വളരെയധികം പ്രതീക്ഷകളോടെയായിരുന്നു ആ മധ്യവയസ്കൻ ആ ചെറിയ ഹോട്ടലിലേക്ക് കയറി വന്നത്. ഇടറിയ ക്ഷീണിച്ച സ്വരത്തിൽ കുറച്ച് ദിവസമായി ഭക്ഷണം കഴിക്കാത്ത അയാൾ ഭക്ഷണം കിട്ടുമോ എന്ന് അന്വേഷിച്ചു. പണമുണ്ടെങ്കിൽ കിട്ടും, ഹോട്ടൽ ഉടമ മറുപടി പറഞ്ഞു. അയാൾ തന്റെ കയ്യിലുള്ള പണക്കിഴി കിലുക്കി കാണിച്ചു. ഉടനെ അയാൾക്ക് മുന്നിൽ അയാളുടെ വിശപ്പറിഞ്ഞ മട്ടിൽ ഭക്ഷണം വിളമ്പാൻ തുടങ്ങി. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഹോട്ടൽ ഉടമയുടെ ചോദ്യം. ആ ചോദ്യം അയാളുടെ തലയ്ക്കുമേൽ പതിച്ചു. അപ്പോൾ അറിയാതെ അയാളുടെ കൈകൾ തന്റെ പോക്കറ്റിലുള്ള മഞ്ഞ കാർഡിലേക്ക് നീങ്ങുകയും അയാൾ അത് ഹോട്ടൽ ഉടമയെ കാണിക്കുകയും ചെയ്തു. ആ കാർഡ് കണ്ട അയാൾ ഉടനെ അലറി, ഇറങ്ങിപ്പോടോ, നിനക്കിവിടെ ഭക്ഷണം പോയിട്ട് ഒന്നുമില്ല. വേച്ച് വിടാൻ പോകുന്ന ശരീരത്തോടെ അയാൾ അവിടെ നിന്ന് പുറത്തേക്ക് എറിയപ്പെട്ടു. ആ കൊടും ചൂടിൽ അയാൾ ബഹുദൂരം നടന്നു. അയാളെ നമുക്ക് റാങ് വാൽ റാങ് എന്ന് വിളിക്കാം. സത്യത്തിൽ അയാൾ ഒരു ജയിൽ മോചിതനായിരുന്നു. 19 വർഷത്തെ ജയിൽ വാസത്തിനു ശേഷം, അതും തന്റെ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട സഹോദരിയുടെയും മക്കളുടെയും കൊടും പട്ടിണി കണ്ട് ഒരു ദിവസം അയാൾ ഒരു ബ്രെഡ് മോഷ്ടിക്കുകയായിരുന്നു. സത്യത്തിൽ റാങ് വാൽ റാങ് ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. അച്ഛൻ ഒരു മരം വെട്ടുകാരനായിരുന്നു. ഒരിക്കൽ മരം വെട്ടുമ്പോൾ ഒരു വലിയ മരക്കഷ്ണം തലയിൽ പതിച്ച് അയാൾ മരണപ്പെട്ടു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് വിശപ്പിന്റെ ദിനങ്ങളായിരുന്നു. ചികിത്സിക്കാൻ പണമില്ലാത്തതുകൊണ്ട് അമ്മയും അസുഖം വന്ന് മരണപ്പെട്ടു. വിശപ്പിനോടൊപ്പം പഴയ ഓർമ്മകൾ ഒരിടുത്തി പോലെ അയാളെ നോവിച്ചു. വിശപ്പും ദാഹവും കൊണ്ട് റാങ് വാൽ റാങ്ങിനെ മുന്നോട്ടേക്ക് പോകാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അയാൾ ഒരു കള്ളുഷാപ്പിലെത്തി. അയാളുടെ ആവശ്യപ്രകാരം മദ്യചഷകങ്ങൾ നിറയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് ഷാപ്പിലേക്ക് മത്സ്യം കൊണ്ടുവന്ന മീൻകാരൻ റാങ് വാൽ റാങ്ങിനെ തിരിച്ചറിയുകയും അയാളെ അവിടെ നിന്ന് ഓടിക്കുകയും ചെയ്തത്. അയാൾ അവിടെ നിന്ന് ഒരു തെരുവു പട്ടിയെ പോലെ ഓടിപ്പോയി. ഒടുവിൽ ഏതോ ഒരു ഒഴിഞ്ഞ വീട്ടിലെ നായക്കൂട്ടിലെ ഒരു മൂലയ്ക്കകത്ത് ചുരുണ്ടു കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയ അയാളെ കൂട്ടിലുണ്ടായിരുന്ന പട്ടിയും ഓടിച്ചു വിട്ടു. ഈ വലിയ വിസ്തൃതമായ ലോകത്ത് മനുഷ്യന് ഒരു തുണ്ട് സ്ഥലമില്ലല്ലോ, താനൊരു നായ പോലും അല്ലല്ലോ എന്നോർത്ത് അയാൾ വേദനിച്ചു. പിന്നെ ഉറക്കെ കരഞ്ഞു. പിന്നീട് വീണ്ടും മുന്നോട്ടു പോയപ്പോൾ വഴിയിൽ ഒരു സ്ത്രീയെ കാണുകയും, വല്ലാത്ത ദാഹവും വിശപ്പുമുണ്ട്, എന്തെങ്കിലും കിട്ടുമോ, എവിടെ നിന്നെങ്കിലും? അയാൾ താഴ്ന്ന വിറയ്ക്കുന്ന സ്വരത്തോടെ ആ സ്ത്രീയോട് ചോദിച്ചു. ആ സ്ത്രീ ദൂരേക്ക് വിരൽ ചൂണ്ടി. എന്നിട്ട് പറഞ്ഞു, അങ്ങോട്ട് പോയിക്കോളൂ, അവിടെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ലഭിക്കും. റാങ് വാൽ റാങ് ആ വലിയ മാളികയിലേക്ക് തിരിച്ചു. യഥാർത്ഥത്തിൽ അത് അവിടുത്തെ ബിഷപ്പിന്റെ അരമനയായിരുന്നു. അപ്പോൾ അവിടെ ഭക്ഷണം വിളമ്പുന്ന സമയവുമായിരുന്നു. മേശപ്പുറത്ത് പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിരന്നു. അതിനിടയിലേക്കാണ് റാങ് വാൽ റാങ് കടന്നു വന്നത്. വരുമ്പോൾ തന്നെ അയാൾ ഉച്ചത്തിൽ പറയാൻ തുടങ്ങി, ഞാൻ 19 വർഷത്തെ ജയിൽവാസം കഴിഞ്ഞു വരുന്ന ഒരു ജയിൽ മോചിതനാണ്. പക്ഷേ അത് ശ്രദ്ധിക്കാത്ത ബിഷപ്പ് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ വരൂ, ഭക്ഷണം കഴിക്കാം, നിങ്ങൾക്ക് അതിയായ ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. അയാൾ ഭക്ഷണത്തിന്റെ മുന്നിലേക്ക് ആനയിക്കപ്പെട്ടു. ബിഷപ്പ് അയാളുടെ തൊട്ടടുത്തിരുന്ന് റാങ് വാൽ റാങ്ങിനെ ഊട്ടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അയാളുടെ മനസ്സ് പഴയ കാലങ്ങളിലേക്കൊരു ഓട്ടപ്രദക്ഷിണം നടത്തി. കടുത്ത നരകയാതനകൾ അനുഭവിച്ച ജയിൽ ജീവിതവും കൊടിയ പട്ടിണി മൂലം നഷ്ടപ്പെട്ട, മരിച്ചുപോയോ എന്നറിയാത്ത സഹോദരിയും മക്കളോ മടങ്ങുന്ന കുടുംബവും അയാളുടെ കണ്ണീർ കവിളിലൂടെ അരിച്ചിറങ്ങിയപ്പോൾ ബിഷപ്പ് അയാളെ ആശ്വസിപ്പിച്ചു. പിന്നെ ഉറങ്ങാനായി പട്ടുമെത്ത പോലെ തോന്നുന്ന മുറിയിലേക്ക് അയാൾ ആനയിക്കപ്പെട്ടു. പക്ഷേ അതിൽ കിടന്ന് സമാധാനമായി ഒന്നുറങ്ങാൻ പോലും റാങ് വാൽ റാങ്ങിന് കഴിഞ്ഞില്ല. പിന്നീട് പ്രഭാതത്തിൽ ജോലിക്കാരികൾ നഷ്ടപ്പെട്ട വെള്ളിപ്പാത്രങ്ങളുടെ കണക്കുമായി ബിഷപ്പിന്റെ അടുത്തെത്തി. ഇന്നലെ വന്ന അതിഥി എല്ലാം മോഷ്ടിച്ചു പോയി എന്നവർ അറിയിച്ചു. അപ്പോൾ വളരെ ശാന്തനായി ബിഷപ്പ് പറഞ്ഞു, അതൊന്നും നമ്മുടേതായിരുന്നില്ല എന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് ഉലാത്താനിറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ പോലീസുകാർ തൊണ്ടി മുതൽ സഹിതം ഒരാളെ അരമനയിലേക്ക് കൊണ്ടുവന്നു. അത് റാങ് വാൽ റാങ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി ക്ഷുഭിതനായി പോലീസുകാർ അലറി, ഇങ്ങോട്ട്
മാറി നിൽക്കടാ. എന്നിട്ട് ബിഷപ്പിനോടായി പറഞ്ഞു, അങ്ങേക്ക് ഇയാളെ അറിയുമോ? അറിയും, ബിഷപ്പ് ഉത്തരം പറഞ്ഞു. ആരാണ് ഇയാൾ? അടുത്ത ചോദ്യം. എന്റെ സഹോദരൻ. ഈ വെള്ളിപ്പാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെത്. നാണം കെട്ട പോലീസുകാർ മുഖത്തോട് മുഖം നോക്കുമ്പോൾ ബിഷപ്പ് തുടർന്നു, സഹോദര, ആ വെള്ളി മെഴുകുതിരി കാലുകൾ കൂടി അങ്ങയ്ക്ക് എടുക്കാമായിരുന്നില്ലേ? ഞാനവ അങ്ങയ്ക്കായി മാറ്റിവെച്ചതായിരുന്നു. ഇതെല്ലാം കേട്ട് അന്താളിച്ചു നിന്ന റാങ്വാൽ റാങ്ങിനെ നോക്കി ക്ഷമാപണം നടത്തി പോലീസുകാർ തിരിച്ചുപോയി. അപ്പോൾ ബിഷപ്പ് ഒന്നുകൂടി പറഞ്ഞു, സഹോദര, ഇനിയുള്ള കാലം നന്മകൾ മാത്രം ചെയ്ത് സത്യസന്ധമായി ജീവിക്കാമെന്ന് അങ്ങനെക്ക് പ്രോമിസ് ചെയ്തതല്ലേ? എന്നിട്ടും താൻ പറയാത്ത ശബദത്തെ കുറിച്ച് ഓർത്ത് അയാൾ വല്ലാതെ പരിഭ്രമിച്ചു. എന്നിട്ട് നിഷ്കളങ്കനായ ഒരു കുഞ്ഞിന്റെ മുഖഭാവത്തോടെ ബിഷപ്പിനെ നോക്കി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നിർത്തി, ഇനി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ അരമനയിലേക്ക് മുൻ കവാടത്തിലൂടെ കടന്നു വരാം. അല്ലാതെ